أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. നോക്കാം. ബാബുൽ ഹുറൂഫി, ചില ഹർഫുകളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. അല്ലത്തി, എങ്ങനെയുള്ളതായ ഹർഫുകളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. തൻസ്വിബു, ആ ഹർഫുകൾ നസ്ബ് ചെയ്യും. അൽ അഫ്ആല അൽ മുസ്തഖ്ബിലത, മുസ്തഖ്ബിലായ ഫിഅലുകൾക്ക് നസ്ബ് ചെയ്യും. അപ്പോൾ മൊത്തം പറയുകയാണെങ്കിൽ മുസ്തഖ്ബിലായ ഫിഅലുകൾക്ക് നസ്ബ് ചെയ്യുന്ന ചില ഹർഫുകളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഏതൊക്കെയാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻ, ലൻ, കൈ, ഇതൻ, അവാമില് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ആ ഭാഗം തന്നെയാണ് ഇവിടെയും പറയുന്നത്. കുറച്ച് അതിൻ്റെ വിശദീകരണം ഉണ്ടാവും. നോക്കാം. വഹിയ, അൻ, വലൻ, വകൈ, വ ഇദൻ. അൻ എന്നതും ലൻ എന്നതും കൈ എന്നതും ഇദൻ എന്നതുമാണ്. ഇതാണ് 4. തഖൂലു, നീ പറയും. ഉരീദു അൻ തഖൂമ, അവിടെ കണ്ടുങ്ങള് അൻ എന്നത് വന്നപ്പോൾ ഖാമ യഖൂമു, യഖൂമു യഖൂമാനി യഖൂമൂന, തഖൂമു തഖൂമാനി യഖുംന, തഖൂമു തഖൂമാനി. അവിടെ അങ്ങനെ വരേണ്ട തഖൂമു യഖൂമു എന്നൊക്കെ വരേണ്ട മുളാരിയായ ഫിഅലിനക്ക് നസ്ബ് കൊടുത്തു. അൻ തഖൂമ എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? ഉരീദു, ഞാൻ ആഗ്രഹിക്കുന്നു. അൻ തഖൂമ, നീ എഴുന്നേൽക്കലിനെ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എഴുന്നേറ്റ് നിൽക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു എന്നർത്ഥം. വലൻ തഖൂമ, നീ എഴുന്നേൽക്കരുത്, നീ എഴുന്നേൽറ്റിട്ടില്ല, അങ്ങനെയൊക്കെ അർത്ഥം. വകൈ തഖൂമ, നീ എഴുന്നേൽക്കുന്നതിന് വേണ്ടി. കൈ എന്നോർത്ത് കൈ എന്നതും ലൻ എന്നതും മുളാരിയായ ഫിഅലിനക്ക് നസ്ബ് ചെയ്തു. ഇനി ഖുർആനിൽ പറയുകയാണ്, ഇദൻ എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞിട്ടില്ല. അത് ചെറിയൊരു നിബന്ധനയുണ്ട്. ഇപ്പറയപ്പെട്ടതുപോലെയല്ല. അതുകൊണ്ട് ലാസ്റ്റ് പറയും. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു. അയത്തുമഉ കുല്ലു മ്രിഇൻ മിൻഹും അയ്യുദ്ഖല. അയ്യുദ്ഖല, യുദ്ഖലു എന്നാണ് വരേണ്ടത് മർഫൂ ആയിട്ട്. അൻ വന്നപ്പോൾ അയ്യുദ്ഖല എന്ന് പറഞ്ഞു. ഖാല അല്ലാഹു തആല ഇന്നാ ലൻ നദ്ഖുലഹാ, ലൻ നദ്ഖുലഹാ അബദൻ. ഖാല അല്ലാഹു തആല കൈ തഖറ ഐനുഹാ. ഖറ യഖറു എന്നാണ് ഫീൽ. യഖറു യഖറാനി അങ്ങനെ സർഫാക്കിയിട്ട് തഖറു എന്ന് പറയണം. അങ്ങനെ വരുന്ന സമയത്ത് കൈ തഖറ എന്ന് നസ്ബ് ചെയ്തു പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അവിടെ യെസ്. അപ്പൊ ഇനി ഇദൻ എന്നുള്ളതിന്റെ എന്താണ് അതിന്റെ ഉദാഹരണം? അതനി പറയുന്നു. അമ്മ ഇദൻ,
അപ്പോൾ ഇതൻ എന്നുള്ളത് ഫഹിയ അത് തൻസ്വിബു അവ നസ്ബ് ചെയ്യും, അത് നസ്ബ് ചെയ്യുന്നതാണ്. എപ്പോഴാണ് നസ്ബ് ചെയ്യുക? ഇദാ വഖഅത്ത് അത് സംഭവിച്ചാൽ, സദറൽ കലാമി ഒരു കലാമിൻ്റെ തുടക്കത്തിൽ സംഭവിച്ചാൽ, ജവാബൻ മറുപടിയായിട്ട് സംഭവിച്ചാൽ, മറുപടിയായിട്ട് സംഭവിക്കുക. ഒരു ഉദാഹരണമാണ് ലിമൻ കാല, പറഞ്ഞ ഒരുത്തനിക്ക് മറുപടിയായിട്ട് ഒരു കലാമിൽ സംഭവിക്കുമ്പോഴാണ് ഇദൻ എന്നുള്ളത് ശേഷമുള്ള മുസ്തഖ്ബിലായ ഫിഇലിനിക്ക് നസ്ബ് ചെയ്യുക. നോക്കുക, എന്താ പറഞ്ഞത്? ജിത്തുക ഔ നഹ്വ ഹാദാ. ഉദാഹരണത്തിന് പറഞ്ഞാണ്, ഞാൻ നിന്റെ അടുക്കൽ വന്നു, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു. അപ്പൊ ഫതഖൂലു അപ്പോൾ നീ പറയും, ഇദൻ ഉക്രിമക അന്നേരം നിന്റെ അടുക്കൽ വന്ന അന്നേരം ഞാൻ നിന്നെ ബഹുമാനിക്കും. അപ്പൊ ഇദൻ ഉക്രിമ, അക്രമ യുക്രിമു, യുക്രിമു യുക്രിമാനി യുക്രിമൂന, അങ്ങനെ സർഫാക്കി ചെല്ലുന്ന സമയത്ത് ഉക്രിമു എന്ന് പറയും എന്നാ വരേണ്ടത്. ഇദൻ വന്നതുകൊണ്ട് ഉക്രിമ എന്ന് പറയും. ക്ലിയർ ആണോ? തുടക്കത്തിൽ വരണം. തുടക്കത്തിലല്ലാതെയാണ് വന്നിട്ടെന്ന് വെച്ചെങ്കിൽ ഇതിന് മുമ്പ് വേറെ എന്തെങ്കിലും വന്നാൽ അവിടെ അമല് പൊളിയും, ആ അമല് ചെയ്യൂല. ഇതനവിടെ ഉണ്ടെങ്കിലും അമല് ചെയ്യൂല. സ്വദറിൽ വരണം, തുടക്കത്തിൽ വരണം. കേട്ടോ, ഫഹിയ ഫി ഹാദൽ മൗദിഇ ഈ സ്ഥലത്ത്, ഫഹിയ ഇദൻ എന്നുള്ളത് ഈ സ്ഥലത്ത് അത് തൻസിബു അത് നസ്ബ് ചെയ്യും. ഇനി ഫൈൻ ഖദ്ദംത നീ മുന്തിച്ചാൽ, അലൈഹ ആ ഇദൻ എന്നതിൻ്റെ മുൻപ് നീ മുന്തിപ്പറഞ്ഞാൽ, അതിനേക്കാൾ നീ മുന്തിച്ചാൽ, ഷൈഅൻ എന്തെങ്കിലും ഒന്നിനെ മുന്തിച്ചു, തുടക്കത്തിൽ അതല്ല പറഞ്ഞത്, വേറെന്തോ അതിൻ്റെ മുമ്പ് ചേർത്തു. എന്നാൽ ഏതുപോലെ അങ്ങനെ ചേർത്തിന് മുന്തിച്ചതിന് ഉദാഹരണം ഏതുപോലെ നെഹ്വു കൗലിക്ക അതിൻ്റെ വാക്ക് പോലെ അന ഇദൻ ഉക്കിരിമുക്ക, അനാന്ന് ചേർത്തു, അനാന്ന് ചേർത്തു. അപ്പോൾ ഇതെന്നുള്ളത് സ്വദറിലല്ല വന്നത്, തുടക്കത്തിലല്ല വന്നത്. അങ്ങനെ വന്നാൽ ബത്വല അമലുഹ ഇദൻ എന്നുള്ളതിൻ്റെ അമല് പൊളിഞ്ഞു പോകുന്നതാണ്, ഇതിൻ്റെ അമല് ബാത്തിലാകുന്നതാണ്. അപ്പൊ ഇദൻ മറ്റുള്ളതിനൊക്കൊന്നും അങ്ങനല്ല, തുടക്കത്തിലായാലും ഒടുക്കത്തിലായാലും നടുക്കത്തിലായാലും ഒക്കെ അങ്ങനെ തന്നെ വരിക. പക്ഷെ ഇവിടെ സ്വദറിൽ വരണം. ഇതിൻ്റെ മുൻപ് മറ്റൊരു പദവും ഏതൊരു വസ്തുവും പദം ഒന്നും വരാൻ പറ്റില്ല. വന്നാൽ അത് അതിൻ്റെ അമല് പൊളിഞ്ഞു പോകുന്നതാണ്. ക്ലിയർ അല്ലേ? പ്രശ്നമല്ലോ. അപ്പോൾ മുസ്തഖ്ബിലായ ഫിഇലിനിക്ക് നസ്ബ് ചെയ്യുന്ന 4 ഹർഫുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അൻ, ലൻ, കൈ, ഇദൻ. അപ്പോൾ ഇദൻ എന്നുള്ളതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്വദറിൽ കലാം ഒരു കലാമിൻ്റെ തുടക്കത്തിൽ മറ്റൊരു ചോദ്യത്തിനോ വിഷയത്തിനോ മറുപടിയായിട്ട് പറയുമ്പോഴാണ് പറയുക. ഇനി അങ്ങനെയല്ല, ഇദൻ എന്നുള്ളതിൻ്റെ മുൻപിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളെക്കുറിച്ച് പറഞ്ഞാൽ അത് അതിൻ്റെ അമല് പൊളിഞ്ഞു പോകുന്നതാണ്, ബാത്തിലാകുന്നതാണ്. യെസ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ അവിടെയും പറഞ്ഞിട്ട് ഇതെൻ്റെ വിഷയവും നമ്മൾ നഹ്വുൽ വാലിഹിൽ പറഞ്ഞിരുന്നു. വാലി നിങ്ങൾക്ക് ഓതിയിരുന്ന ഇല്ല അല്ലേ? നമ്മൾ ഇതെന്നുള്ളത് അവാമില് ഈ ഒരു കണ്ടീഷൻ എന്തായിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി നോക്കേ, ഫസ്ലും ചെറിയൊരു ഫസ്ലാണ്. ഇവിടെ അൻ എന്നത് അതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ചില പദങ്ങൾക്ക് ശേഷം അൻ മറക്കപ്പെടും.
അപ്പോഴും അതെന്ത് ചെയ്യും? മുസ്തഖ്ബിലായ ഫീലിക്ക് നസ്ബ് ചെയ്യും. ചില പദങ്ങൾക്ക് ശേഷം അന്ന് മറക്കപ്പെടും, അന്ന് മറഞ്ഞും നസ്ബ് ചെയ്യുന്നതാണ്. മറ്റോടത്തൊക്കെ ലന്ന് മറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, കൈ മറഞ്ഞിട്ട് മറഞ്ഞു നിന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതിനും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്നിനൊരു പ്രത്യേകതയുണ്ട്. വതുളുമറു അൻ, അൻ എന്നത് മറക്കപ്പെടും. ബഅദ കലിമാത്തിൻ, ചില പദങ്ങൾക്കു ശേഷം. ഫതൻസിബു, ആ അൻ എന്നത് നസ്ബ് ചെയ്യുകയും ചെയ്യും. അൽ ഫിഇലൽ മുസ്തഖ്ബില, മുസ്തഖ്ബിലായ ഫീലിക്ക് നസ്ബ് ചെയ്യും. ഐദൻ, അപ്പോഴും ചെയ്യും. നേരത്തെ നമ്മൾ അഞ്ഞ് പറഞ്ഞിട്ടുള്ളതിന് ഉദാഹരണം പറഞ്ഞത്. ഇനി അഞ്ഞ് മറഞ്ഞുകൊണ്ട് അപ്പോഴും എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. അത് ഏതൊക്കെ പദങ്ങൾക്ക് ശേഷമാണ് മറക്കപ്പെടുന്നത്? വഹിയ ലാമുൽ ജർരി, ജറിന്റെ ലാമ്, ജറിന്റെ ലാമ്. വഹത്ത, ശ്രദ്ധിക്കണേ, ഹത്തയും, ഹത്തക്ക് ശേഷം മറക്കപ്പെടും. വൽ വാവുല്ലതി ഹിയ ലിൽ ജംഇ ബൈന ശൈഅൈനി, രണ്ട് വസ്തുക്കൾക്ക് ഇടയിൽ ഒരുമിച്ച് കൂട്ടുന്നതിനുള്ള വരുന്ന വാവ്. രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി വരുന്ന വാവ്. ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും കേട്ടോ. അതുപോലെ വ ഔ ബി മഅന ഇല്ലാ അൻ ഔ ഇലാ അൻ, ഇലാ അന്നിൻ്റെയോ ഇല്ലാ അന്നിൻ്റെയോ അർത്ഥത്തിനുള്ള ലാമ്, സോറി ഔ എന്നുള്ളത്. അപ്പോൾ ഒന്ന് ജറിൻ്റെ ലാമ്, പിന്നെ ഹത്തക്ക് ശേഷം വാവിന് ശേഷം ഔ എന്നതിനും ശേഷം. ആ വാവിൻ്റെ പ്രത്യേകതയാണ് രണ്ട് കാര്യങ്ങൾക്ക് ഇടയിൽ ജംഅ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന. ഔ എന്നതിൻ്റെ പ്രത്യേകതയാണ് ഇല്ലാ അൻ എന്ന അർത്ഥത്തിനോ അല്ലെങ്കിൽ ഔ ഇലാ അൻ എന്ന അർത്ഥത്തിനോ വരുന്ന ഔ. ഔ എന്ന് അവിടെ വന്നിട്ടുണ്ടാകുക, അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇല്ലാ അൻ എന്നോ ഇലാ അൻ എന്നോ ആയിരിക്കും അർത്ഥം പറയുന്നത്. ഉദാഹരണം പറഞ്ഞു. അതുപോലെ വൽ ജവാബാത്തു സബ്ഉ, വൽ ജവാബാത്തി സബ്ഇ, 7 ജവാബുകൾക്ക് ശേഷവും. ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്, ത്വലബ്, ഇസ്തിഫ്ഹാമ്, തമന്നി, തറജ്ജി, അറള്, തഹ്ദീദ്, നഫിയ്. ഇതിനൊരു ബാബ് ശേഷം വരുന്നുണ്ട്. 7 ജവാബുകൾ അതൊക്കെയെന്ന് പറഞ്ഞ ശേഷം ഒരു ബാബ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പദങ്ങൾക്ക്, കലിമത്തുകൾക്ക് ശേഷം അൻ മറഞ്ഞ് നസ്ബ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? ഉദാഹരണം പറയാം. ക്ലിയർ ആണോ? ഇവിടെ പൈസ ഓരോന്നിനും ഉദാഹരണം പറയും. ഇതാ ഓക്കെ. അമ്മാലാമുൽ ജർരി, അപ്പോൾ ജറിന്റെ ലാം, അതല്ലേ ഒന്നാമത് പറഞ്ഞത് നമ്മൾ. അപ്പൊ ജറിന്റെ ലാം, ഫക കൗലിക്ക, അത് നിന്റെ വാക്ക് പോലെയാണ്. ജിത്തുക, ഞാൻ നിന്റെ അടുക്കൽ വന്നു. ലിതുക്കിരിമനി, ലിതുക്കിരിമ, ലി എന്ന ജറിന്റെ ലാം, അതിനുശേഷം തുക്കിരിമു എന്ന മുലാരിയായ ഫീലിക്ക് അത് നസ്ബ് ചെയ്തു. ലിതുക്കിരിമനി, നീ എന്നെ ആദരിക്കാൻ വേണ്ടി, നീ എന്നെ ബഹുമാനിക്കാൻ വേണ്ടി ഞാൻ നിന്റെ അടുക്കൽ വന്നു. ഐ ലി അൻ തുക്കിരിമനി, ലി അൻ തുക്കിരിമനി. ക്ലിയർ ആണോ? മനസ്സിലായോ? അവിടെ അന്ന് മറിഞ്ഞിട്ട് നസ്ബ് ചെയ്തു. ക്ലിയർ അല്ലേ? കാശിഫ ഓക്കെ അല്ലേ? ജറിന്റെ ലാമാണ് ലി എന്നത്, ജറിന്റെ ലാമാണ് ലി എന്നത്. അതിനുശേഷം തുക്കിരിമു എന്ന മുലാരിയായ ഫീലാണ്. നീ എന്നുള്ളത് മഫൂലാണ്, അതവിടെ നിൽക്കട്ടെ. ആ തുക്കിരിമു എന്നുള്ള മുലാരി ആയ ഫീലിനിക്ക് അത് നസ്ബ് ചെയ്തു. അതെന്താ നസ്ബ് ചെയ്യാൻ കാരണം? അവിടെ അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്തു. ഇപ്പൊ ജിത്തുക ലി തു, രണ്ടാമത്തെ സംബന്ധിക്കണം. ജിത്തുക, ഞാൻ നിന്റെ അടുക്കൽ വന്നു. ലി തുക്കിരിമനി,
നീ എന്നെ ബഹുമാനിക്കാൻ വേണ്ടി. അത് ഏത് പറഞ്ഞ പോലെ തന്നെ അൻ തുക്രിമനി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ആ അന് അവിടെ മറക്കപ്പെട്ടു, മറിഞ്ഞിട്ടും ഒരു അഞ്ഞുണ്ടായിട്ടും അത് നസ്ബ് ചെയ്തു. ക്ലിയർ ആണോ? ഇനി ഖാലല്ലാഹു തആല, ഇനി ഖുർആനിൽ ഒരു തെളിവ് പറയാണ്. ഖാലല്ലാഹു തആല ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും. കണ്ടോ? ലിയഗ്ഫിറ ലഹും, ലി ജർ ചെയ്യുന്ന അക്ഷരം. അമ്മ ഹത്ത, അപ്പോൾ ഹത്ത ഫഹിയ കമാ തഖൂലു, അത് നീ പറയുന്നത് പോലെയാണ്. ജിതുക ഹത്ത തുക്രിമനി. ഹത്തക്ക് ശേഷം ഹത്ത തുക്രിമനി, ജിതുക നിന്റെ അടുക്കൽ വന്നു, നീ എന്നെ ബഹുമാനിക്കുന്നതിന് വേണ്ടി. വത്തഖ്ദീറു സങ്കൽപ്പന, ജിതുക ഹത്ത അൻ തുക്രിമനി എന്നുണ്ടാകുക. അൻ തുക്രിമനി എന്നുണ്ടാകുക. നീ വിളിച്ചോ? അപ്പൊ രണ്ടെണ്ണായിട്ടോ, രണ്ടിന്റെ ഉദാഹരണം പറഞ്ഞു. നീ വിളിച്ചോ? നീ അത് കട്ട് ചെയ്തല്ല, എടുത്തോ. അത് വീഡിയോ കോളല്ലേ, നീ സംസാരിച്ചു. നീ സംസാരിച്ചിട്ട് വരാം, സംസാരിച്ചു. ഇതിൽ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, നല്ല ചൂടുവെള്ളം അവിടെ പറഞ്ഞു. കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? അവിടെ നോക്ക്. അമ്മൽ വാവു, അപ്പോൾ വാവ്, അല്ലത്തി ഹിയ ലിൽ ജംഇ ബൈന ശൈഅൈനി, രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഒരുമിച്ച് കൂടുക. അങ്ങനെ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളത്. ഉദാഹരണം പറയും, നോക്കൂ നിങ്ങൾ. ലാ തഅകുലി സമകത വതശ്റബൽ ലബന. ലാ തഅകുൽ, നീ ഭക്ഷിക്കരുത്, അസമകത, മത്സ്യത്തിനെ ഭക്ഷിക്കരുത്, തശ്റബൽ ലബന, പാലിനെ കുടിക്കുകയും ചെയ്യരുത്. അതായത് ഒപ്പം മത്സ്യത്തെ ഭക്ഷിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്, പാല് കുടിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ പാലും മത്സ്യവും ഒപ്പം ഒരുമിച്ച് ഭുജിക്കരുത്. പാൽ കുടിക്കുകയും മത്സ്യത്തെ ഭക്ഷിക്കുകയും ചെയ്യരുത്, ഒപ്പം. അതാണ് രണ്ടും, രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടൽ. രണ്ടും ഒരുമിച്ച് കൂട്ടലുണ്ടാവരുത്. പാല് കുടിക്കാം, മീനും കഴിക്കാം, പക്ഷെ രണ്ടും ഒപ്പം സംഭവിക്കരുത്. അപ്പൊ അതിനിവിടെ ഒരു വാവ് വന്നോ? നിങ്ങൾ കണ്ടില്ലേ വാവ്? ഈ വാവിന് ശേഷം വത്തഖ്ദീറു വഅൻ തശ്റബൽ ലബന. ഇതിന്റെ അർത്ഥം എന്താ? ഐ ലാ തജ്മഉ ബൈനഹുമാ, അത് രണ്ടിനെയും ഇടയിൽ നീ എന്താവരുത്? ജംഅ് ചെയ്യരുത്, ഒരുമിക്കരുത്. പാല് കുടിക്കലും മീൻ കഴിക്കലും ഒരുമിച്ച് ചെയ്യരുത്. അപ്പം ഇവിടെ വന്ന വാവ് രണ്ട് കാര്യങ്ങൾക്ക് ഇടയിൽ ജംഅ് ചെയ്യുന്നതിനെ വേണ്ടി വന്നതാണ്, ഒപ്പമുണ്ടാകുന്നതിന് വേണ്ടി വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ ആ വാവിന് ശേഷം ഒരു അൻ എന്ത് ചെയ്തു? മറക്കപ്പെട്ടു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയും. യെസ് യെസ് യെസ്. ആ ഇനി നോക്കണേ. അമ്മ ഔ, ഔ എന്നത് ബിമഅന ഇല്ല അൻ, ഇല്ല അൻ എന്നതിൻ്റെ അർത്ഥത്തിനുള്ളത് കേട്ടോ. ഇല്ല അൻ ഉദാഹരണം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കിട്ടും. ഇപ്പം നഹ്വു ഖൗലിക, അത് നിന്റെ വാക്ക് പോലെയാണ്. ലഅൽസമന്നക, ഞാൻ നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും, ഞാൻ നിന്നെ എപ്പോഴും പിന്തുടരുക തന്നെ ചെയ്യും. ഔ തുഅ്തിയനി ഹഖി, എൻ്റെ ഇടപാട് നീ നൽകുന്നത് വരെ. അപ്പം എൻ്റെ ഇടപാടുകൾ നീ നൽകിയാൽ ഒഴികെ എന്നർത്ഥം. നൽകുകയാണെങ്കിൽ ഞാൻ നിന്നെ പിന്തുടരുന്നു. അപ്പം ഇല്ല അൻ,
ആ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഔ എന്നുള്ളതിൻ്റെ അർത്ഥം ഇല്ല അന്ന, എൻ്റെ ഇടപാട് നീ നൽകിയാൽ ഒഴികെ, നൽകലല്ലാതെ നിന്നെ പിന്തുടരൽ ഞാൻ ഉപേക്ഷിക്കുന്നതിന് മറ്റൊരു മാർഗവുമില്ല. അൽസമന്നക, ഞാൻ നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും. ഔ തുഅ്തിയനി, നീ എനിക്ക് നൽകിയാൽ ഒഴികെ, ഹക്ക് എൻ്റെ ഇടപാട്, എൻ്റെ ഇടപാട് തീർത്തു തന്നാൽ അന്നെ ഒഴിവാക്കും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയണോ? ഒന്നുകൂടി പറയണോ കശിഫ? അവിടെ ഔ എന്നാണ് വന്നിട്ടുള്ളത്. എൻ്റെ സങ്കല്പനയിൽ എന്താ ഉണ്ടാകുക? അല്ല അൽസമന്നക ഇല്ല അൻ തുഅ്തിയനി, അങ്ങനെയും പറയാട്ടോ, അങ്ങനെയും പറയാം. പിന്നെ അന്ന് മറഞ്ഞിട്ടല്ല, നേരക്കു നേരെയാണ് നസ്ബ് ചെയ്യുന്നത്. അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ലൈസ ലക മിനൽ അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം. ഔ യതൂബ, അവിടെ അർത്ഥം ഐ ഇല്ല അൻ യതൂബ അലൈഹിം, ഇല്ല അൻ യതൂബ അലൈഹിം. അപ്പോൾ അവിടെ ആ ഔവിൻ്റെ അർത്ഥം ഇല്ല അൻ എന്നതാണ്. അപ്പോൾ യതൂബു എന്നതിനേക്ക് ഇതെന്ത് ചെയ്തു? നസ്ബ് ചെയ്ത് യതൂബ അലൈഹിം എന്ന് പറഞ്ഞു. നിനക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല തൗബ ചെയ്യലല്ലാതെ. തൗബ ചെയ്താൽ പറ്റും, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. വയജൂസു അൻ യകൂന ഔ, വയജൂസു അനുവദനീയമാണ്, അൻ യകൂന ഔ, ഔ എന്നതാവൽ, ബിമഅന ഇലാ അൻ, ഇലാ അൻ എന്ന അർത്ഥത്തിനും വരാം. ഇലാ അൻ ഖൗലിഹി, വാക്ക് പോലെ, സഅത്തുലുബു, എന്ത് അതെ പള്ളി സഅത്തുലുബു, ഞാൻ സഅത്തുലുബു, ഞാൻ തേടും, ഇൽമൻ അറിവ് തേടും, ഔ അമൂത്ത ഞാൻ മരിക്കുന്നത് വരെ. ഔ അമൂത്ത, ആ ഔവിൻ്റെ അർത്ഥം ഇലാ അൻ എന്നതാണ്. ബിബൽദത്തിൻ, ഏതെങ്കിലും ഒരു നാട്ടിൽ വെച്ച് മരിക്കുന്നത് വരെ ഞാൻ അറിവ് തേടിക്കൊണ്ടിരിക്കും. ഫലാബുദ്ധ അത്യാവശ്യമാണ്, മിൻ ഷർഖിൽ ബിലാദി നാടുകളിൽ കിഴക്കും അത്യാവശ്യമാണ്, വഗർബിഹ പടിഞ്ഞാറും അത്യാവശ്യമാണ്. ഞാൻ അറിവ് തേടിപ്പോവുകയാണെങ്കിൽ അത് കിഴക്കേക്കും പോകാം പടിഞ്ഞാട്ടും പോകാം, എവിടെയാണെങ്കിലും ഞാൻ മരിക്കുന്നതുവരെ അറിവ് തേടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. സഅതുലുബു ഇൽമൻ ഔ അമൂത ബിബൽദത്തിൻ ഫലാ ബുദ്ദ മിൻ ശർഖിൽ ബിലാദി വഗർബിഹാ. അവിടെ ഔ എന്നത് ഇലാ അൻ എന്നർത്ഥത്തിലാണ്. മറ്റേത് ഒഴികെ എന്നുള്ള അർത്ഥം വരും, ഇത് വരെ എന്നുള്ള അർത്ഥം വരും, മരിക്കുന്നത് വരെ. അപ്പൊ ഇങ്ങനെ ജറിന്റെ ലാമിനും ഹത്തക്കും അതുപോലെ വാവിനും ഔ എന്നതിനും ശേഷം അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യുന്നതാണ്. അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യും. ക്ലിയർ ആണോ? ആവർത്തിക്കണോ? ക്ലിയർ അല്ലേ? അപ്പോ വൽ ജവാബാത്തു സബ്ഉ, 7 ജവാബുകൾ.
അത് ആ 7 ജവാബുകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. അതേതാ? ജവാബാത്തുമാ യഖൂമു മഖാമ ശർത്തി, ഷർത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന, അതായത് ഷർത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഇതിൻ്റെ ജവാബുകളാണ്. ഷർത്തുണ്ട്, ഒരു കണ്ടീഷനായിട്ട് വരും. എന്ന് പറഞ്ഞില്ലേ നമ്മൾ, അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചില പദങ്ങളുണ്ട്. അംറ്, നഹി, തമന്നി, തറജി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളതിൻ്റെ 7 ജവാബുകളാണ്. വലഹ ബാബുൻ ആഖറു, അതിലേക്ക് മറ്റൊരു സ്പെഷ്യൽ ബാബുണ്ട്. അതിൻ്റെ ഉദാഹരണം ഇവിടെ പറയുന്നില്ല, അത് ആ ബാബിൽ പറയും. ഇപ്പം നോക്ക് നിങ്ങൾ, ലാമുൽ ജറി, ജിഅ്തുക ലിതുക്രിമനി, ജിഅ്തുക ഹത്താ തുക്രിമനി. വാവുൽ മഇയ്യത്ത്, ലാ തഅകുലി സമകത വതശ്റബ ലബന, ലാ അദ്ഹബു ഔ തുഅതിയനി ഹക്കി, ലാ അഖൂമന്ന ഹുനാ ഔ തുജീബ. ഇലാ എന്നത് സുർനിദ, നീ എന്നെ സന്ദർശിക്കൂ കാണാൻ അർത്ഥം. ജവാബാത്ത് സബയിൽ ഒന്നാട്ടത് അംറ്, നീ എന്നെ സന്ദർശിക്കും. ഫഅസൂറക, നീ എന്നെ സന്ദർശിച്ചാൽ ഞാൻ നിന്നെ സന്ദർശിക്കും. ഈ സുർനി എന്നുള്ളത് ഒരു ഷർത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ ജവാബായ ഫഅസൂറക, ഫഅൻ അസൂറക എന്നായിരിക്കും. ജവാബിൽ വന്നപ്പോൾ നസ്ബ് ചെയ്യും. ഇങ്ങനെ വേറെ 6 ഉണ്ട്, അത് പറയും. ക്ലിയർ ആണോ? ഓക്കെ, ചോദിക്കാം. മാഹിയൽ ഹുറൂഫ് അല്ലത്തി തൻസിബുൽ അഫ്ആൽ അൽ മുസ്തഖ്ബിലത, ഏതൊക്കെയാണ്? പറ. യെസ്. മതാ തഅമലു ഇദൻ, ഫൈസ. ഒരു കലാമിന്റെ തുടക്കത്തിൽ മറുപടിയായി സംഭവിച്ചാൽ ഇദൻ എന്നുള്ളതിന് നസ്ബ് ചെയ്യും. ഇദൻ എന്നുള്ളത് നസ്ബ് അല്ലേ? ഓക്കേ. യുദ്മറു അൻ ബഅദ കലിമാത്ത് ഫതൻസിബുൽ അഫ്ആൽ അൽ മുസ്തഖ്ബിലത, മാ ഹിയ? ഫൈസ. ലാമു ജർറ് ഹത്ത, വാവ് ഔ ബിമഅന ഇലാ, ഔ ഇലാ അൻ ജവാബാത്ത് സബ. ഓക്കെ, യെസ്. ഇനി താഴത്തൊരു ഗണ്ണിക കാണാം. അതിൽ നവാസിബ് മൻസൂബത്ത് കണ്ടുപിടിക്കാനാണ്. നസ്ബ് ചെയ്യുന്നതിനെയും കാണണം, മൻസൂബായി വന്നതിനെയും കണ്ടുപിടിക്കണം. മുദാരിഅ ഫീൽ. അമറൽ വാലിദുൽ വലദ അൻ യഅഖുദ നവാറതഹു, ഉപ്പ മകനോട് കണ്ണട എടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. കൈ യഅലമ ത്വഅതഹു, അവൻ വഴിപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഫമാ കാന ലിയുതീഅഹു, അവൻ എന്തായില്ല, അനുസരിക്കുന്ന കുട്ടിയായിരുന്നില്ല. ഫനാദാഹു ലിയുഅല്ലിമൽ അദബ, അവനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വാപ്പ മകനെ വിളിച്ചു. ഫഖാല ലൻ യദ്ഖുല അഹദുനിൽ ജന്ന, അപ്പോൾ വാപ്പ പറയണം, ഒരാളും സ്വർഗത്തിൽ കടക്കൂല ഹത്താ യനാല റിള വാലിദി, വാലിദിൻ്റെ പൊരുത്തം നേടുന്നത് വരെ. ഫഖാല ഇദൻ ആഖുദു നല്ലാഹ, അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ണട തരാമോ? അതീഉക, ഞാൻ നിങ്ങൾക്ക് വഴിപ്പെടാം. ഔ അനാല റിളാക ലാ തത്രുക്നി വതക്റഹ, പറയും. പറഞ്ഞോളെ. അമറൽ വാലിദുൽ വലദ അൻ യഅഖുദ നവാറതു, അതിലുണ്ടാ? ഓക്കെ. പിന്നെ അടുത്തയില്ലേ കൈ, യെസ്, കൈ ആയതാണ്. ഓക്കെ, പിന്നെ പറ. പിന്നെ വരിയിലുണ്ടാ?
ആ ലിയുതീഅഹു. യെസ്. പിന്നെ അടുത്ത വരിയില്ലേ? ആ അല്ലമ യുഅല്ലിം. ആ അൽ അദബ. പിന്നെ പറഞ്ഞോളൂ. ആ ലൻ യദ്ഖുല ലൻ. ആ പിന്നെ ആ യെസ് ഹത്താ യനാല. പിന്നെ ആഖുദ. ഇദൻ ആഖുദ. ആ പിന്നെ ആ ഔ അനാല നാല യനാലു. പിന്നെ ആ കഴിഞ്ഞോ? ലാ തത്രുക്കിനി എന്നുള്ള എങ്ങനെ വരുന്നത്? നഹിയല്ലത്, സുക്കൂനല്ലേ? തത്രുക്ക് എന്നല്ല. കാശിഫ ഉണ്ടാ? ഇനി ഉണ്ടാ? ആ വത്തക്കിറഹ. ഈ വാവ് മറ്റേ വാവാണത്, മയ്യത്തിന്റെ വാവ്, ജമഅ ചെയ്യുന്ന വാവ്. അടുത്തത് ചേർത്ത് കൊടുക്കാനാണ്. തനക്കറൽ അമീറു ഡാഷ് യതഫഖദ അഹ്വാൽ അന്നാസ് يميز المحسن من المسيء فمر بطائفة يتحدثون عن الأمير ما كانوا يعرفوه قال واحد أحارب الأمير داش يعدل قال بعضهم داش نحاربه معك وقال له داش نوافقك لا نحاربه داش يظلم. എന്താ വരിക? ആ യെസ് കൈ യതഫഖദ അഹ്വാൽ അന്നാസ്. പിന്നെ അത് വരും. ജനങ്ങളുടെ അവസ്ഥകൾ പരിശോധിക്കാൻ വേണ്ടി രാജാവ് വേഷം മാറിപ്പോയി. പിന്നെ ഡാഷ് യുമയ്യിസൽ മുഹ്സിന മിനൽ മുസീ. ലിയുമയ്യിസ ട്ടാ, വേർതിരിക്കാൻ വേണ്ടി. അൽ മുഹ്സിന മിനൽ മുസീ. ഫമർറ ബി ത്വാഇഫത്തിൻ യതഹദ്ദസൂന അനിൽ അമീർ മാ കാനൂ. ആ അല്ല മാ കാനൂ ലിയഅരിഫു എന്നവരവിടെ. ആണോ? മാക്കാനെന്ന് ശേഷം ലീ എന്നല്ല മേലെ വന്ന് നോക്കുക. ഇവിടെ കണ്ടോ? അവർക്ക് മനസ്സിലായില്ല, അവർക്ക് രാജാവിന് മനസ്സിലായില്ല. വഖാല വാഹിദുൻ, ഒരാൾ പറഞ്ഞു ഉഹാരിബുൽ അമീറ ഡാഷ് യഅദില. നീതി കാണിക്കുന്നത് വരെ അമീറിനോട് ഞാൻ യുദ്ധം ചെയ്യുന്നു. അപ്പൊ ഏതാ വരികയില്? ഔ യഅദില. ഫഖാല ബഅദുഹും, ചിലർ പറഞ്ഞു ഡാഷ് നുഹാരിബഹു, യുദ്ധം ചെയ്യൂല. അവിടെ ഏതാ വരിക? ആ ലൻ. യെസ്. ഫഖാല ആഖറു ഡാഷ് നുവാഫിഖക. തുടക്കാണ്, സദറാണ്, സദറുൽ കലാമാണ്. ഏതാ? ഇതൻ. ആ ഇതൻ. എന്നാ ഞങ്ങൾ നിന്നോട് യോജിക്കുക.
ലാ നുഹാരിബുഹു ഡാഷ് യദ്ലിമ. ഇവിടെ ഹത്ത ട്ടാ. അദ്ദേഹം ലുൽമ് കാണിക്കുന്നത് വരെ ഞങ്ങൾ എന്തായാലും യുദ്ധം ചെയ്യൂല. ലുൽമ് കാണിച്ചാൽ നമ്മൾ രാജാവിനെതിരെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. ക്ലിയർ അല്ലേ? കുറേ നമുക്കിങ്ങനെ പ്രാക്ടീസായി വന്നാലാണ് കുറേ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഇത് വെച്ചിട്ട് പറയാം. ചിലതൊക്കെ നമുക്ക് തുടക്കത്തിലാണെങ്കിൽ ചിലതിങ്ങനെ വായിക്കുന്ന സമയത്ത് ചിലതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ, ജവാബാത്തു സബ് എന്ന് വന്നില്ലേ, ഇതാണ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ബാബ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ക്ലാസ്സിൻ്റെ മേലത്തെ ക്ലാസ്. നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും.